ഹലോ എവരിവൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന സമവാക്യങ്ങളുടെ 8ാമത്തെ ഭാഗവുമായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ത്വരണം അല്ലേ, സമത്വരണവും അസമത്വരണത്തെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മളൊരു 3 റോഡ് സൈനുകളെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് അല്ലെ. മാൻഡേറ്ററി സൈന്, കോഷണറി സൈൻസ്, ഇൻഫോർമേറ്ററി സൈൻസ് അല്ലെ. ഈ 3 സൈനുകളെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഓരോരോ സൈനുകളിലും നമ്മൾ 3 എണ്ണം വെച്ചായിരുന്നു പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല ഉള്ളത്, അതിൽ കൂടുതലും വരും. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ. ഒരു പോസ്റ്റർ തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോഡ് മാർക്കിംഗ്. റോഡിലുള്ള കുറച്ച് മാർക്കിങ്ങുകൾ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ആ ഒരു മാർക്കിങ്ങുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ ഈ ഒരു ചിത്രം അല്ലെ, നമ്മൾ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ അല്ലെ, ഒരു വെള്ള വരകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വിടവിട്ട് അല്ലെ, ഗ്യാപ്പിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഒരു സാധനം അല്ലെ, ഈ ഒരു മാർക്കിങ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വാഹനങ്ങൾക്ക് നിയന്ത്രിതമായി മുറിച്ചു കടക്കാൻ കഴിയുന്നു അല്ലെ. വാഹനങ്ങൾക്ക് നിയന്ത്രിതമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മുറിച്ച് കടക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു റോഡിന്റെ മാർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, ഇത് വാഹനങ്ങൾക്ക് മുറിച്ചു കടക്കാൻ പാടില്ലാത്തവ അല്ലെ. റോഡിൽ ഒരു മഞ്ഞ വരയാണ് ഇട്ടതെങ്കിൽ അല്ലെ, മഞ്ഞ വരയിട്ടതെങ്കിൽ എന്തിനു പാടില്ല? മുറിച്ചു കടക്കാനായിട്ട് പാടില്ല അല്ലെ. വാഹനങ്ങൾ മുറിച്ചു കടക്കാനായിട്ട് പാടില്ല. ഇനി അടുത്ത ഇതൊക്കെ നമുക്ക് വളരെയധികം സുപരിചിതമായിരിക്കും അല്ലെ. സീബ്ര ക്രോസിങ്, ഇതിലൂടെയാണ് നമ്മൾ കാൽനട യാത്രക്കാരെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് വരേണ്ടത് അല്ലെ. അപ്പോൾ നമ്മളിങ്ങനെ സീബ്ര ക്രോസിങ്ങിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് വാഹനങ്ങളൊക്കെ എന്ത് ചെയ്ത് തരണം? നിർത്തി തരേണ്ടതായിട്ടുണ്ട് അല്ലെ. പക്ഷെങ്കിൽ എല്ലാവരും നിർത്തി തരത്തൊന്നുമില്ല. ശരിക്കും എന്താണ്, നിയമം അനുസരിച്ചിട്ട് നമ്മൾ ഒരു കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിങ്ങിലൂടെ നടക്കുകയാണെങ്കിൽ വാഹനങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് തരണം അല്ലെ. അപ്പൊ എന്താണ്, ഈ 3 സൈനുകൾ നോക്കി വെക്കുക കേട്ടോ. ഈ വെള്ള വര മാത്രം അല്ലെ, ഗ്യാപ്പിട്ടുള്ള വെള്ള വരയാണെങ്കിൽ നമുക്ക് നിയന്ത്രിതമായിട്ട് വാഹനങ്ങൾക്ക് മുറിച്ച് കടക്കാനായിട്ട് പറ്റും. ഇതോ മഞ്ഞ വരയാണെങ്കിൽ നമുക്ക് വാഹനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മുറിച്ച് കടക്കാനായിട്ട് പാടില്ല. സീബ്ര ക്രോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൽനട യാത്രക്കാർക്ക് സിഗ്നലിനനുസരിച്ച് അല്ലെ, റോഡിന്റെ സിഗ്നലിനനുസരിച്ച് കടക്കാനായിട്ട് പറ്റും. ഓക്കെ. റോഡ് നിയമങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് മാത്രമാണോ അപകടങ്ങൾ സംഭവിക്കുന്നത്? ആണോ? അല്ല അല്ലെ. മങ്ങിയ വെളിച്ചത്തിൽ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് റോഡരികിലൂടെ കടന്നു പോകുന്നവരെയും റോഡ് മുറിച്ചു കടക്കുന്നവരെയും മറ്റു ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാതെ വരാം. അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഈ സമയങ്ങളിൽ ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതല്ലേ ഉചിതം. അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് ഇരുടായി എന്ന് വിചാരിക്കും, കുറച്ച് രാത്രിയായി നമ്മൾ വണ്ടീന്റെ ലൈറ്റ് ഒക്കെ ഇട്ട് പോവാണ് അല്ലെ, ഹെഡ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് റോഡിലൂടെ പോവാണ്. അപ്പോ ഒരാള് റോഡിന്റെ സൈഡിലൂടെ ഒരു ഡാർക്ക് അല്ലെ, ഈ കടും നിറത്തിലുള്ള ഒരു വസ്ത്രം ഇട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ ചിലപ്പോൾ നമുക്ക് കാണില്ല. കാരണം എന്താ, അടുത്തെത്തി കഴിഞ്ഞാൽ എങ്ങാനാണ് കാണുക. ചിലപ്പോൾ എന്ത് സംഭവിക്കും, തട്ടിയിടും അല്ലെ. തട്ടിയിടതിന് ശേഷമായിരിക്കും നമ്മൾ കാണാറുണ്ടാവുക അല്ലെ. അതുപോലെ തന്നെ ഒരു റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, കടും നിറമുള്ള ഡ്രസ്സും ധരിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല. കാരണം കടും നിറത്തിലുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് അല്ലെ. അതും എന്താണ്, അപകടങ്ങൾ വരാനുള്ള കാരണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി അല്ലെ, രാത്രി കാലങ്ങളിലെ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാൽനട യാത്രക്കാരില്ലേ, റോഡിന്റെ സൈഡിലൂടെ നടക്കുന്നവരും അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം. ഇളം നിറത്തിലുള്ള ഡ്രസ്സുകൾ അല്ലെ, വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വേണം റോഡുകളൊക്കെ കടക്കാനും പിന്നെ റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകാനും. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അല്ലെ റോഡ് ആക്സിഡൻസ് ഒക്കെ കുറക്കാനായിട്ട് പറ്റും. വിദ്യാർത്ഥികളും റോഡ് സുരക്ഷയും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കി അവതരിപ്പിക്കും. അത് നിങ്ങൾക്കുള്ളതാണ്. വിദ്യാർത്ഥികളും റോഡ് സുരക്ഷയും. കാരണം നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന ആൾക്കാരായിരിക്കും, റോഡിലൂടെ ആയിരിക്കും പോവുക, വാഹനങ്ങളിൽ കയറി പോകുന്ന ആൾക്കാരുണ്ടാവും, നടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളും റോഡ് സുരക്ഷയും എന്ന
വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു സെമിനാർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് അല്ലെ. റോഡ് മുറിച്ചു കടക്കൽ അല്ലെ. റോഡ് മുറിച്ചു കടക്കുമ്പോൾ എന്താ, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രമാണ് നമ്മൾ റോഡ് മുറിച്ച് കടക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ സീബ്ര ക്രോസിംഗ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നന്നായിട്ട് അല്ലേ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നന്നായിട്ട് നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, റോഡ് കടക്കാം. കൂട്ടം കൂടിയുള്ള സഞ്ചാരം അല്ലേ, അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള കാര്യമാണ് അല്ലേ. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ തോളിൽ കൈയിട്ടിട്ട് കൂട്ടം കൂടിയിട്ടാണ് അല്ലേ നമ്മൾ നടക്കുക. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം അല്ലേ. ഒഴിവാക്കിയിട്ട് ഒന്ന് അരികെ ചേർന്ന് അല്ലേ, റോഡിന്റെ അരികിൽ ചേർന്ന് വേണം നമ്മൾ നടക്കാനായിട്ട്. റോഡിൽ കയറി നടക്കാനായിട്ട് പാടില്ല. റോഡിന് സമീപമുള്ള കളികൾ അല്ലേ, റോഡിന്റെ സൈഡിൽ നിന്ന് അല്ലേ എന്ത് കളിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ ഫുട്ബോൾ ഒരു റോഡ് സൈഡിലുള്ള വീട്ടിൽ അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ഫുട്ബോൾ കളിക്കാന്നെങ്കിൽ അല്ലേ, ഫുട്ബോളൊക്കെ റോഡിലേക്ക് തെറിച്ച് അത് വലിയൊരു ആക്സിഡന്റിനൊക്കെ കാരണമാവും അല്ലേ, വലിയ ആക്സിഡൻസിനൊക്കെ കാരണമാവും. അതുപോലെ റോഡിന്റെ സൈഡിൽ നിന്നൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കളികൾ അല്ലേ കളിക്കാനൊന്നും പാടില്ല. അടുത്തത് ലൈസൻസ് നേടാനുള്ള പ്രായത്തിന് മുൻപ് മോട്ടോർ വാഹനം ഓടിക്കുന്നത് അല്ലേ. ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ നമ്മൾ എന്ത് ഓടിക്കുന്നുണ്ട്, വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എന്താ ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ. സുരക്ഷിത സൈക്കിൾ യാത്ര അല്ലെ. സൈക്കിളിലൊക്കെ പോകുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ. സൈക്കിളിലൊക്കെ പോകുന്നവർ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം അല്ലെ. റോഡിന്റെ സൈഡിലൂടെ മാത്രം വാഹനങ്ങൾ ഓടിക്കുക. അതുപോലെ സൈക്കിൾ ഓടിക്കുമ്പോൾ ഒരു ഹെൽമെറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. ആ ഹെൽമെറ്റ് ഒക്കെ വെയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ റോഡ് സിഗ്നൽ അല്ലെ, റോഡിലുള്ള സിഗ്നലുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കാം. എന്നാലും നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു പരിധി വരെ ആക്സിഡൻസ് അല്ലെ, റോഡിലുള്ള ആക്സിഡൻസ് ഒക്കെ കുറക്കാനായിട്ട് പറ്റും. ഓക്കെ. 2016 മുതൽ 22 വരെ കേരളത്തിലുണ്ടായ റോഡ് അപകടങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച ഗ്രാഫ് ചുവടെ നൽകിയിരിക്കുന്നു അല്ലെ. ഇവിടെ ഒരു ഗ്രാഫ് കാണാനായിട്ട് പറ്റും അല്ലെ. ഈ ഒരു ഗ്രാഫിന്റെ ഉദ്ദേശം എന്താ, ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങൾ കാണാനായിട്ട് പറ്റും അല്ലെ. 2016, 17, 18, 19 അല്ലെ, ഇങ്ങനെ വർഷങ്ങൾ കാണാനായിട്ട് പറ്റും. ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എണ്ണങ്ങളാണ് അല്ലെ കാണാനാവുന്നത്. 10,000, 20,000, 30,000, 40,000, 50,000. അപ്പൊ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്, ഓരോരു കുഞ്ഞി കട്ടകൾ കാണുന്നുണ്ടല്ലോ അല്ലെ. ഓരോരു കുഞ്ഞി കട്ടകളുണ്ട്. ആ ഒരു കട്ടകള് വേർതിരിക്കുന്നത് ഒരേപോലെയാണ് അല്ലെ. ഇവിടെ 2016 അല്ലെ, ഇവിടെ എത്രയാ 17, ഇവിടെ 18, 19 അല്ലെ. അപ്പൊ ഓരോ കൊല്ലം കൂടിയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാ, 1 അല്ലെ. ഇതും തമ്മിലുള്ള ഗ്യാപ്പും 1. അങ്ങനെ എല്ലാ ഗ്യാപ്പും എത്രയാ, ഓരോരോ വർഷം ഇടവിട്ടിട്ടാണ് വരുന്നത് അല്ലെ. ഓരോരോ വർഷം ഇടവിട്ടിട്ടാണ് വരുന്നത്. അതുപോലെ ഇങ്ങോട്ടേക്ക് നോക്ക്, 10,000, 20,000, 30,000, 40,000, 50,000. ഇവിടുത്തെ ഗ്യാപ്പ് എത്രയാ വരുന്നത്, 10,000 ഇടവിട്ടാണ് അല്ലെ. ഇല്ലാണ്ട് ഇവിടെ 10,000, ഇവിടെ 30,000, ഇവിടെ 50,000 അങ്ങനെ അല്ലല്ലോ വരുന്നത് അല്ലെ. നമ്മളുടെ ഗ്യാപ്പുകൾ എന്താണ്, തുല്യമാണ് അല്ലെ. ഇവിടെ ഓരോന്ന് അല്ലെ, ഓരോരാണ് വരുന്നത്. ഇവിടെ 10,000 വെച്ചാണ് വരുന്നത്. ഇതിപ്പോ ഒരു ഗ്രാഫ് വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഈ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം 2016, 17, 18, 19 എന്നാണ് ഇതിലുള്ളത്. ഇതിപ്പോ 2016, 2018, 2020, പിന്നെ 22, 2035 ഇങ്ങനെ. ഇങ്ങോട്ടേക്ക് 10,000, 40,000, 50,000, 50,000 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു ഗ്രാഫിൽ മാർക്ക് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്താ, ഓരോരു ഗ്യാപ്പ് ഉണ്ടല്ലോ അല്ലെ, ഓരോരു ഗ്യാപ്പ് അല്ലെ. ഈ ഗ്യാപ്പുകൾ എന്തായിരിക്കണം, തുല്യമായിരിക്കണം. ഇവിടെ തുല്യമായിട്ടുള്ളത് അല്ലെ, ഒന്ന് ഇടവിട്ടിട്ടാണ് ഇവിടെ വരുന്നത് അല്ലെ. ഇവിടെയോ 10,000 ഇടവിട്ട്, ഇവിടെയും 10,000 ഇടവിട്ട്, ഇവിടെയൊക്കെ 10,000 ഇടവിട്ടിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടുത്തെ ഗ്യാപ്പ് 2, ഇവിടുത്തെ ഗ്യാപ്പ് 4, ഇവിടുത്തെ ഗ്യാപ്പ് എത്ര വരും, ഏകദേശം 13 വരും അല്ലെ. 35 -
22 അല്ലെ, 35 മൈനസ് 22 13. ഓക്കെ, ഇവിടെ ഏകദേശം എത്ര വരും? 10,000 4,000 30,000 അല്ലെ, ഇത് 10,000 അല്ലെ. ഇവിടുത്തെ ഗ്യാപ്പ് തുല്യാണോ? അല്ല. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഗ്രാഫ് വരക്കാനായിട്ട് പാടില്ല. ഗ്രാഫ് ഒരിക്കലും നമ്മൾ ഇങ്ങനെ വരക്കാനായിട്ട് പാടില്ല. ഗ്രാഫ് വരക്കുമ്പോൾ ഇവിടുത്തെയും ഇവിടുത്തെയും എന്തായിരിക്കും? ഓരോരോ അല്ലെ ഗ്യാപ്പുകൾ എന്തായിരിക്കണം? തുല്യം ആയിരിക്കണം. ഗ്യാപ്പുകൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇതിന് അല്ലെ ഈ ഒരു ഇങ്ങനെയാണ് ഗ്രാഫ് ഉള്ളത് അല്ലെ, ഇങ്ങനെയാണ് ഗ്രാഫ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിനെ നമ്മൾ എക്സ് അക്ഷം എന്നാണ് വിളിക്കുക. എന്താണ്? എക്സ് അക്ഷം. ഇതിനെ നമ്മൾ വിളിക്കുക വൈ അക്ഷം. എന്താണ്? വൈ അക്ഷം. ഇത് എക്സ് അക്ഷമാണ്, ഇത് വൈ അക്ഷമാണ്. എക്സ് അക്ഷത്തിൽ അല്ലെ ഇവിടം തൊട്ട് ഇവിടം വരെ 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഇവിടം തൊട്ട് ഇവിടം വരെ 1 സെന്റിമീറ്റർ. അങ്ങനെ ഓരോരോ സെന്റിമീറ്ററിലാണ് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെയും ഒക്കെ ഓരോരോ സെന്റിമീറ്ററിലാണ് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ് അക്ഷത്തിൽ 1 സെന്റിമീറ്റർ അല്ലെ, 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 1 വർഷമാണല്ലേ, 1 വർഷം. കാരണം 2016 17ലേക്ക്, 17 18ലേക്ക്. അപ്പോൾ എക്സ് അക്ഷത്തിൽ 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലേ, 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ? 1 വർഷമാണ്, 1 വർഷമാണ്. അങ്ങനെയാണ് വൈ അക്ഷം ഉണ്ടല്ലോ അല്ലെ, വൈ അക്ഷത്തിൽ 1 സെന്റിമീറ്റർ അല്ലെ, വൈ അക്ഷത്തിൽ 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 10,000 എണ്ണമാണ്. എത്രയാണ്? 10,000 എണ്ണം ആണ്. ഓക്കെ, ഈ ഗ്രാഫിനെ കുറിച്ച് എങ്ങനെയാണ് വരക്കുന്നതൊക്കെ കൂടുതലായിട്ട് നമുക്കിപ്പോൾ പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ഗ്രാഫിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ഗ്രാഫിൽ നിന്ന് എന്തൊക്കെയാ? ആക്സിഡന്റ് അല്ലെ, ആക്സിഡന്റ് നടന്ന വർഷങ്ങളും തന്നിട്ടുണ്ട്, എത്ര ആക്സിഡന്റുകളുടെ എണ്ണവും തന്നിട്ടുണ്ട് അല്ലെ, വർഷവും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ വർഷത്തിന് നേരെയുള്ള എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തിൽ എത്ര ആക്സിഡന്റുകളാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതാണ് നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ചലനത്തിന്റെ ഗ്രാഫിക ചിത്രീകരണം. ചലനം അല്ലെ, ചലനം കൊണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന്റെ ഗ്രാഫിക ചിത്രീകരണമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു ഒരു ഗ്രാഫ് അല്ലെ, സ്കെയിലും പെൻസിലും വെച്ച് വരക്കണേ, ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് അല്ലെ. ഇത് എക്സ്, ഇത് എക്സ് ഡാഷ്, ഇത് വൈ, ഇത് വൈ ഡാഷ്. ഓക്കെ, എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്. ഇതിനെയാണ് നമ്മൾ എക്സ് അക്ഷം എന്ന് പറയാം. അതായത് എക്സ്, എക്സ് ഡാഷ് ഉണ്ടല്ലോ അല്ലെ, എക്സ്, എക്സ് ഡാഷ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എക്സ് അക്ഷം എന്ന് പറയാം. വൈ, വൈ ഡാഷ് ഉണ്ടല്ലോ അല്ലെ, വൈ, വൈ ഡാഷ് ഉണ്ട്, വൈ, വൈ ഡാഷിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ അക്ഷം. ഈ 2 അക്ഷങ്ങളും വന്ന് മുട്ടുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ അല്ലെ, മുട്ടുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മൂലബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ. ഓക്കെ, എക്സ്, എക്സ് ഡാഷിനെ വിളിക്കുന്ന പേരാണ് എക്സ് അക്ഷം, വൈ, വൈ ഡാഷിനെ വിളിക്കുന്ന പേരാണ് വൈ അക്ഷം. ഈ എക്സ് അക്ഷവും വൈ അക്ഷവും വന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ മൂലബിന്ദു എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പിൽ കുറച്ച് നമ്പേഴ്സ് എഴുതുവാണ് കേട്ടോ. 1 2 3 എന്ന് എഴുതി. 1, ഇനി ഇവിടെ എത്ര വേണം? 2 3 അല്ലേ. നമ്മൾ ഇവിടെ 1 എഴുതി, ഇവിടെ 4 എഴുതി, ഇവിടെ 9 എഴുതാൻ പാടുണ്ടോ? ഇല്ല. ഓരോരു ഗ്യാപ്പും ഒരേപോലെ ആയിരിക്കണം അല്ലെ. -1 -2 -3, -1 -2 -3. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ എക്സ് ഉണ്ടല്ലോ അല്ലെ, ഒ എക്സിൽ വാല്യൂസ് എന്താ വരുന്നത്? പോസിറ്റീവ് ആണ് അല്ലെ, പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ളത് ഒക്കെ പോസിറ്റീവ് ആണ്. ഇങ്ങേക്കുള്ളയോ ഒ എക്സ് ഡാഷ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. ഒ വൈ എന്താണ്? പോസിറ്റീവ് ആണ്. ഒ വൈ ഡാഷ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൈറ്റ് സൈഡിലേക്കുള്ളതും അല്ലെ, റൈറ്റ് സൈഡിലേക്കുള്ളതും മേലോട്ടേക്കുള്ളതും എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. താഴോട്ടേക്കുള്ളതും ലെഫ്റ്റ് സൈഡിലേക്കുള്ളതും എന്താണ്? നെഗറ്റീവ് ആണ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. റൈറ്റ് സൈഡിലേക്കുള്ളതും മേലോട്ടേക്കുള്ളതും പോസിറ്റീവ് ആണ്, ലെഫ്റ്റ് സൈഡിലേക്കുള്ളതും താഴോട്ടേക്കുള്ളതും നെഗറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് അല്ലെ, ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് വരുന്നത്. അതെന്താ നമ്മൾ
കഴിഞ്ഞത് അല്ലേ, കഴിഞ്ഞ ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. അതിൽ നമ്മൾ ഇത് മാത്രം വരക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇത് മാത്രം വരക്കാനുള്ള കാരണം വർഷം പോസിറ്റീവിലാണ് തന്നിട്ടുള്ളത്, എണ്ണവും എന്താണ് പോസിറ്റീവിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വർഷം പോസിറ്റീവ്, എണ്ണം പോസിറ്റീവ്. അപ്പോൾ ഇത് രണ്ടും അല്ലേ, ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് വേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറൊന്ന് അല്ലേ, ഒന്ന് മൈനസ് ഒന്ന് പോസിറ്റീവാ തന്നിട്ടുള്ളത്, നമ്മൾ ഇത് വരക്കേണ്ടി വരും അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരക്കുന്നത് കേട്ടോ. നമ്മൾ ഗ്രാഫ് വരക്കുന്നത് അങ്ങനെയാണ്. ഗ്രാഫ് ഒരു ദ്വിമാന ചിത്രമാണ് അല്ലെ, ഒരു ദ്വിമാന ചിത്രമാണ്. ഗ്രാഫിൽ തിരനിശ്ചീന രേഖയായ എക്സ് എക്സ് ഡാഷിനെ എക്സ് അക്ഷമെന്നും ലംബരേഖയായ വൈ വൈ ഡാഷിനെ വൈ അക്ഷമെന്നും വിളിക്കുന്നു അല്ലെ. ഇതെങ്ങനെയുള്ളത്? ഇങ്ങനെ അല്ലെ, ഇങ്ങനെയുള്ളതിനെ നമ്മൾ എക്സ് എക്സ് ഡാഷ് എന്നും ഇങ്ങനെയുള്ളതിനെ വൈ വൈ ഡാഷ് എന്നും വിളിക്കുന്നു. ഈ അക്ഷങ്ങൾ സന്ധിക്കുന്ന ബിന്ദുവായ O ആണ് മൂലബിന്ദു അല്ലെ. ഈ രണ്ടക്ഷങ്ങളും സന്ധിക്കുന്ന ഒരു ബിന്ദു അല്ലെ, ഇതിനെയാണ് നമ്മൾ മൂലബിന്ദു എന്ന് പറയുന്നത്. OX പോസിറ്റീവും അല്ലെ, OX പോസിറ്റീവ്, വലത്തോട്ടുള്ളതൊക്കെ എന്താണ്? പോസിറ്റീവ് അല്ലെ. നെഗറ്റീവ് OX ഡാഷ് നെഗറ്റീവ് അല്ലെ, OX ഡാഷ് ഇടത്തോട്ടുള്ളത് എന്താണ്? നെഗറ്റീവും. പിന്നെ ഇതുപോലെ OY പോസിറ്റീവ് അല്ലെ, മേലോട്ടുള്ളത് പോസിറ്റീവ്, OY ഡാഷ് താഴോട്ടുള്ളത് നെഗറ്റീവും ആണ്. ഈ ഓരോ അക്ഷത്തുമ്മൽ നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്? നമ്പേഴ്സ് അല്ലെ, അക്ഷരങ്ങൾ അല്ലെ, നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ, സംഖ്യകളാണ് നമ്മൾ ഓരോ ലൈനിലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരക്കേണ്ടത് കേട്ടോ. കൂടുതലായിട്ട് ഇങ്ങനെ വരക്കേണ്ടതെന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഗ്രാഫിൽ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമുള്ള നിരവധി ഭാഗങ്ങളുണ്ട്. ഗ്രാഫിലെ ABCD എന്ന ഭാഗത്തിന്റെ പരപ്പളവ് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ. ഗ്രാഫിൽ എന്താ കുറേ കുഞ്ഞു കുഞ്ഞു കട്ടകളുണ്ട് അല്ലെ, അതിനൊക്കെ എന്താ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതി. അപ്പൊ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? 1 × 1 അല്ലെ, 1 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. പരപ്പളവ് എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൂടുതലായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സിലേക്ക് പഠിക്കാം. ഇനിയും നമുക്ക് 2 ഗ്രാഫിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരക്കുന്നത് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും കേട്ടോ. ഗ്രാഫ് ഉപയോഗിച്ച് അളവുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും ചിത്രീകരിക്കാനും ഈ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി സമവാക്യം രൂപീകരിക്കാനും കഴിയും. കൂടാതെ ഗണിത നിർദ്ധാരങ്ങൾ, തത്സമയ വിവരങ്ങൾ, നിഗമന രൂപീകരണങ്ങൾ തുടങ്ങിയവയും ഗ്രാഫിലൂടെ സാധ്യമാകും. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ഗ്രാഫ് 2.1 പരിശോധിച്ച് ചുവടെ നൽകിയ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തൂ. ഏത് വർഷമാണ് ഏറ്റവും കുറവ് അപകടങ്ങൾ ഉണ്ടായത്? 2019 എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നമ്മളുടെ അപകടങ്ങളുടെ ഒരു ഗ്രാഫ് ഉണ്ട് അല്ലെ. ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് ഏത് വർഷമാണ് ഏറ്റവും കുറവ് എന്ന്. 2016 എത്രയാ? 30,000 സംതിങ് അല്ലെ. 2017 30,000 സംതിങ് അല്ലെ, 30,000 എത്രയോ ഉണ്ട്. 2018 40,000 അല്ലെ, 2019 40,000. 2020 ലേശം കുറവുണ്ട് അല്ലെ, 20,000 സംതിങ് അല്ലെ. 2021 ഇവിടെയാണ് വരുന്നത്, അത് ഏകദേശം 30,000 എത്രയോ വരും. 2022 ഏറ്റവും കൂടുതൽ അല്ലെ, ഇവിടെയാണ് വരുന്നത്, ഏകദേശം 4,000 എത്രയോ വരുന്നുണ്ട്. അപ്പോൾ 2019 എത്രയാണ്? 2019 എത്ര അപകടങ്ങളുണ്ട് അത് നോക്കാൻ 2019 നിന്ന് മേലോട്ടേക്ക് ഒരു വര വരക്കാം. അത് എവിടെയാ പോയി മുട്ടുന്നത്? ഈ ഒരു പോയിന്റിലാണ് മുട്ടുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിന് നേരെ എത്രയാ നമ്പർ എഴുതിയിട്ടുള്ളത്? 40,000 അല്ലെ. എത്ര എഴുതിയിട്ടുള്ളത്? 40,000. അപ്പൊ ആൻസർ എത്ര വരിക? 2019 അപകടങ്ങളുടെ എണ്ണം എത്ര? 40,000. ഇനി ഏറ്റവും കുറവ് അല്ലെ, ഏറ്റവും കുറവ് അപകടങ്ങൾ ഏത് വർഷമാണ്? ഏത് വർഷം? അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇവിടെയാണുള്ളത് അല്ലെ. ഇത് ഏറ്റവും കുറവ് അല്ലെ, 20,000 ആണ് വരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് അപകടങ്ങൾ എവിടെയായിരുന്നു? 2020 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് നോക്കി ഓരോരോ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെ എടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.